സാപ്പിയൻസ്. ഭൗമഗ്രഹം ഏതെങ്കിലും കാരണത്താൽ നാളെ പൊട്ടിത്തെറിച്ചാൽ പ്രപഞ്ചം പഴയപോലെ തന്നെ തുടർന്ന് ചലിച്ചുകൊണ്ടിരിക്കും. ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനാവുന്നത് മനുഷ്യൻ്റെ കർത്തൃത്വം നിലനിൽക്കും എന്നു മാത്രമാണ്. സ്വന്തം ജീവിതത്തിന്മേൽ മനുഷ്യർ ആരോപിക്കുന്ന സവിശേഷാർത്ഥ തലങ്ങളെല്ലാം മനുഷ്യരുടെ ഭാവനാപരിണിതികൾ മാത്രമായിരിക്കും. ഇന്നത്തെ ആധുനിക മനുഷ്യർ ഉയർത്തുന്ന മാനവവാദവും ദേശീയവാദവും മൂലധനവാദവുമെല്ലാം ഒരുപോലെ മനുഷ്യരുടെ രചനകൾ മാത്രമാണ്. ആധുനിക കാലത്ത് മാനവരുടെ ജ്ഞാനഭണ്ഡാരത്തെ വർദ്ധിപ്പിക്കുന്നതിനാൽ തൻ്റെ ജീവിതം അർത്ഥവത്താണെന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും മാതൃരാജ്യത്തെ സംരക്ഷിക്കാനായി പൊരുതുന്നതിനാൽ തൻ്റെ ജീവിതം ധന്യമാണെന്ന് അവകാശപ്പെടുന്ന സൈനികനും ഒരു പുതിയ വ്യവസായ സ്ഥാപനത്തെ പടുത്തുയർത്തിയതിനാൽ തൻ്റെ ജീവിതം മൂല്യവത്താണെന്ന് പറയുന്ന സംരംഭകനും പഴയ മധ്യകാലഘട്ടത്തിലെ വിദ്യാബോധത്താൽ നയിക്കപ്പെട്ടിരുന്ന മനുഷ്യരെക്കാൾ ഒട്ടും കുറഞ്ഞ അളവിലല്ല വിദ്യയിൽ അഭിരമിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ ഭദ്രാസനപ്പള്ളികൾ പണിതും വിശുദ്ധ യുദ്ധങ്ങളിൽ പങ്കെടുത്തും മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തും ചെയ്തതെന്തോ അത് തന്നെയാണ് ആധുനിക കാലത്തെ ശാസ്ത്രജ്ഞനും സൈനികനും സംരംഭകയും ചെയ്യുന്നത്. വൈയക്തിക മിഥ്യാധാരണകളെ സാമൂഹിക മിഥ്യാധാരണകളുമായി സമരസപ്പെടുത്തുമ്പോൾ ആനന്ദമുണ്ടാകുന്നുവെന്ന് കരുതാം. എൻ്റെ